മുഹമ്മദ് ഷഹബാസിനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി 12:30 മണിക്കാണ് ഈ കുട്ടി മരിച്ചത്. ശരിക്കും ഈ കേരളത്തിൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുണ്ടായിസം കുട്ടികൾക്കിടയിൽ വളർത്താൻ മുതിർന്ന ആളുകൾ കൂടി ശ്രമിക്കുന്ന കൊട്ടേഷൻ സംഘം പോലും ഇവർക്കിടയിൽ കടന്നു കയറിയെന്നാണ് ഷഹബാസിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മാരകായുധങ്ങളുമായിട്ടാണ് കുട്ടികൾ ഏറ്റുമുട്ടാൻ വന്നത്. പണ്ടും വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുമായിരുന്നു, കുട്ടികൾ തമ്മിൽ, സ്കൂൾ കുട്ടികൾ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്തരം ഹീനമായ കൊലപാതകങ്ങൾ പണ്ടൊന്നും പറഞ്ഞു കേട്ടില്ലായിരുന്നു. കേരളത്തിൽ നടുക്കമുണ്ടാക്കുന്നു. മുതിർന്നവർ തമ്മിൽ കുത്തി മരിക്കുക 17 വയസ്സുകാരനെ ആത്മഹത്യക്ക് പിന്തിരിപ്പിച്ച മധ്യവയസ്കനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു വാർത്ത ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഹീനമായ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന സമയത്ത് കുട്ടികൾ കൂടി അപകടം പിടിച്ച വഴിയിലാണ് എന്ന വാർത്ത നമ്മളെ നടക്കുന്നു. മാത്രമല്ല, ഈ മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഗ്രൂപ്പ് ചാറ്റ് പുറത്തു വന്നത് അത്യന്തം ഷോക്കിംഗ് ആണ്. കാരണം ഈ കുട്ടികൾ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടികൾ ഈ ചോരക്കറയെക്കുറിച്ച് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നത് നമ്മളെ വല്ലാതെ പഠിപ്പിക്കുകയാണിത്. ആ ഗ്രൂപ്പ് ചാറ്റിലേക്ക് ഒരിക്കൽ കൂടി പോകാം. പ്രേക്ഷകരൊന്ന് കേട്ടു നോക്കുക. എത്രമാത്രം വില്ലനിക്കായിട്ടുള്ളൊരു മനസ്സാണ് ഈ കുട്ടി വളർത്തിയെടുക്കുന്നത് എന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ വെല്ലുവിളി അത് ഞാൻ പറഞ്ഞു അവനെ കണ്ണൊന്ന് പോയോ കിട്ടോ, ഈ കണ്ണൊന്നും ഇല്ല. കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയം കേസെടുക്കുമല്ലോ. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്. അത് മാത്രമല്ല, താമരശ്ശേരിയിൽ ഉണ്ടായ ഹീനമായ കൊലപാതകത്തിൽ ചില നീക്കങ്ങൾ പോലീസ് നടത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ദീപക് തന്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. താമരശ്ശേരിയിൽ സ്കൂളിന് പുറത്തു വെച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷഹബാസ് എന്ന വിദ്യാർത്ഥി മരണമടഞ്ഞത് ഏറെ ദുഃഖകരമായ കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇക്കാര്യം അന്വേഷിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം, വകുപ്പുതല അന്വേഷണം ഒക്കെ നടക്കുമെന്ന് പറയുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇക്കാര്യം ചുമത്തിയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തോടുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹത്തോടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പറയുന്നത്, യൂഷ്വൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് രീതിയോ ഈ സാധാരണ രീതിയിലുള്ള അന്വേഷണവും ഈ കാര്യത്തിൽ നടത്തിയാൽ പോരാ. അങ്ങ് ഇടപെട്ട് തന്നെ ഈ താമരശ്ശേരിയിൽ ഉണ്ടായ മരണം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സംഘം ചേർന്നുള്ള അക്രമത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടിയുടെ അവസാനത്തെ മരണമാണെന്ന് അങ്ങ് ഉറപ്പുവരുത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാര്യക്ഷമത അങ്ങേക്കുണ്ട്.